എഡിറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം തേടാതെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഗംഭീര ഗ്രാഫിക്സുകൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് സ്റ്റാറ്റസായി വെക്കാം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോയിൽ ഗംഭീരമായ ആനിമേഷനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഗംഭീര സീനറിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വെറുമൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് നിരവധി ഗ്രാഫിക്സ് വീഡിയോകൾ ആ ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അതിലൊരു സോങ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു സോങ് ഉൾപ്പെടുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഡൗൺലോഡിങ്ങിൽ ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. എന്നിട്ട് അല്പം താഴേക്ക് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് IND ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്യണം. സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതുപോലെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ IND ന്യൂസ് ഫോക്കസിൻ്റെ വെബ്സൈറ്റ് ലഭിക്കും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആദ്യം തന്നെ സ്റ്റാറ്റസ് മേക്കറിൻ്റെ പോസ്റ്റർ ഉണ്ട്. അതിൻ്റെ താഴെ റീഡ് മോർ എന്ന ഓറഞ്ച് കളറിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട പേജ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ അല്പ ദിവസം കഴിഞ്ഞിട്ടാണ് സൈറ്റ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ആ പോസ്റ്റർ ഉണ്ടാവും. ഇനി അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാറുണ്ട്. സെർച്ച് ബാറിൽ നിങ്ങൾ വെറും സ്റ്റാറ്റസ് എന്ന് മാത്രം എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഈ പോസ്റ്റർ ലഭിക്കും. അതിൻ്റെ റീഡ് മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. അല്പം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഫോട്ടോ വീഡിയോ ആക്കി മാറ്റിയത് നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് സെയിം വീഡിയോ നിങ്ങൾക്കും നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നിരവധി ഇതിനകത്തുണ്ട്. ഇനി മുകളിൽ ഞാനിപ്പോൾ റീൽസിലേക്ക് പോയിട്ടുണ്ട്. മുകളിൽ അതുപോലെ നിരവധി ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അനുസരിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തെ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഫോട്ടോ നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ബർത്ത്ഡേ ഓപ്ഷനിലാണ് ഉള്ളത്. നമുക്ക് ബർത്ത്ഡേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന വീഡിയോ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ആറ്റിറ്റ്യൂഡിലാണ് ഞാനുള്ളത്. ഇതുപോലെ ഓരോ കാറ്റഗറിയിലും നിരവധി മനോഹരമായ ഗ്രാഫിക്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ നിങ്ങൾക്ക് യൂസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ യൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഓരോ വീഡിയോനും വ്യത്യസ്തമായ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ചില വീഡിയോന് 4 ഫോട്ടോ വേണ്ടി വരും, ചിലതിന് 2, 1 അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എത്ര ഫോട്ടോ ഉള്ള വീഡിയോ ആണെന്ന് കൃത്യമായിട്ട് അതിൽ കാണിച്ചു തരും. ഇതിപ്പം 4 ഫോട്ടോ ആണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 4 സെലക്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഒരു 4 ഫോട്ടോ എൻ്റെ തംബ്നെയിലിന് വേണ്ടിയിട്ട് എടുത്ത 4 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഒന്നും റിമൂവ് ചെയ്യണമെന്നില്ല, ഈ ആപ്ലിക്കേഷൻ തന്നെ റിമൂവ് ചെയ്തോളും. ഇനി ഇവിടെ താഴെ ഓക്കെ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ഓക്കെ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അല്പസമയം ഒന്ന് കാത്തു നിൽക്കണം. 10 സെക്കൻഡോ 20 സെക്കൻഡോ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യേണ്ടതും റീസൈസ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ കിട്ടും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓട്ടോമാറ്റിക് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോയുടെ പ്രോബ്ലമാണ്. നല്ല ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല ഔട്ട്പുട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിതിൻ്റെ മ്യൂസിക് മാറ്റാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായി ഇവിടെ താഴെ മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഓൾറെഡി ഇതിലൊരു സോങ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല മാറ്റണമെങ്കിൽ മാത്രം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മ്യൂസിക് ഇല്ലാതെയും പുതിയ മ്യൂസിക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യേണ്ടതും എല്ലാം ഓപ്ഷനും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാത്രം മാറ്റാം. എന്നിട്ട് മുകളിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിൽ സേവ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് അഡീഷണൽ
പേഴ്സണലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ 2 പോരായ്മകൾ പറഞ്ഞു തരാം. ഒന്നാമത് വാട്ടർമാർക്ക് ഉണ്ടാവും, ചെറിയൊരു വാട്ടർമാർക്ക്. അത് പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല. പിന്നെ വാട്ടർമാർക്ക് വീഡിയോയിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതുപയോഗിച്ച് നിങ്ങൾക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. നിങ്ങൾ ഫ്രീ വെർഷനാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തരം പരിമിതികൾ. അതുപോലെ തന്നെ പരസ്യങ്ങളുണ്ടാവും. അത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.